തുറന്നു പറയാൻ അഖില, അനഘയും മനസ്സിൽ പ്രതിഷ്ഠിച്ച ആകാശ്. അതേ കൂട്ടുകാരെ, പഞ്ചാഗ്നിയിലെ ഒരു പുത്തൻ പ്രണയം പൂവിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണാം. നമ്മുടെ അഖില നമ്മുടെ ആകാശിനെ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആകാശേട്ടനെ ഇടയ്ക്ക് വിളിക്കുന്നു. ആകാശിൻ്റെ പേര് തൻ്റെ പേരായിട്ട് ചേർത്ത് ഫ്ലെയിം എന്നൊക്കെ എഴുതി ഇങ്ങനെ വെട്ടി മാരേജൊക്കെ കിട്ടുന്നു. ഇതൊക്കെ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അടിയിലുള്ള സഹോദരിമാർ, നമ്മുടെ ആദരയും ആരാധ്യയും നമ്മുടെ അഖിലയുടെ ഈ ഒരു പ്രണയം കയ്യോടെ പൊക്കുന്നുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഭയങ്കര മാച്ചാണ്, സൂപ്പർ മാച്ചാണ്, ഞങ്ങൾ എന്തിനും ഏതിനും അഖിലേച്ചിയോടൊപ്പം തന്നെ കട്ട സപ്പോർട്ടിനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഖിലേച്ചിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഖിലേക്ക് ഇപ്പോൾ നമ്മുടെ ആകാശിനെ കാണാതിരിക്കാൻ വയ്യാന്നായി. നമ്മുടെ ഹോസ്പിറ്റലിൽ പോകാൻ ഇങ്ങനെ വെമ്പുന്നു, ആകാശിനെ വിളിക്കുന്നു. അങ്ങനെ പല അടവുകളുമാണ് നമ്മുടെ അഖില ഇങ്ങനെ പുറത്തിറക്കുന്നത്. പക്ഷേ നമ്മുടെ ആകാശിൻ്റെ മനസ്സിൽ ആരാണ്? നമ്മുടെ അനഘയെ മനസ്സിൽ പ്രദർശിച്ചാണ് നമ്മുടെ ആകാശ് ഇരിക്കുന്നത് കേട്ടോ. അനഘയോട് എങ്ങനെ ഇഷ്ടം തുറന്ന് പറയാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ആകാശ്. അപ്പോൾ അനഘയുടെ ഉള്ളിൽ വിവേകാണെന്നുള്ളൊരു കാര്യവും നമുക്ക് ആകാശിന് അറിയത്തില്ല. പിന്നീട് ഒരു സാധ്യതയുള്ളത് നമ്മുടെ ആകാശ് എന്തായാലും നമ്മുടെ അനഘയോട് ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ നമ്മുടെ അനഘ പറയും, എനിക്ക് വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ളൊരു കാര്യം. അപ്പോഴായിരിക്കും നമ്മുടെ അഖില നമ്മുടെ ആകാശിനോട് തൻ്റെ പ്രണയം തുറന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അഖിലയെ തന്നെ പ്രണയിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ആകാശ്. ഇനി സുമേഷിനെ പോലെ നമ്മുടെ ഈ ഒരു പഞ്ചരത്നങ്ങളെ ചതിക്കാത്തൊരു സ്വഭാവക്കാരനാണ് നമ്മുടെ ആകാശ്. അപ്പോൾ എന്തായാലും നമ്മുടെ അഖില ആകാശ് ഒരു ബന്ധത്തിൻ്റെ നമ്മുടെ പച്ചക്കൊടി അമൃത എന്തായാലും കാണിച്ചുവരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മുടെ അംബികയുടെയും സുമേഷിൻ്റെയും അടുത്തേക്കാണല്ലോ നമ്മുടെ അഖില പോകുന്നത് എന്നുള്ളൊരു സങ്കടം മാത്രമേ നമ്മുടെ അമൃതയ്ക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു പ്രണയം, അതിൻ്റെ ട്വിസ്റ്റ് ക്ലൈമാക്സ് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.